ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ഒരു കേറ്ററിംഗ് ഗ്രൂപ്പിൻ്റെ പിന്നണി പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്ലേവേഴ്സ് കേറ്ററിങ്ങിൻ്റെ ഉടമയും പിന്നെ നമ്മുടെ ഒരു സഹോദര തുല്യനുമായിട്ടുള്ള ജോമോൻ ചേട്ടനാണ്. ജോമോൻ ചേട്ടാ, അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്താ? ആദ്യത്തെ പരിപാടി നമ്മൾ ഫ്രൈഡ് റൈസ് ചിക്കനാണ് നാളത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ അതിനുള്ള ബൗള്, പ്ലേറ്റ്, അതിൻ്റെ പാത്രങ്ങളെ എല്ലാം നമ്മൾ ലോഡ് ചെയ്ത് സൈറ്റിൽ കൊണ്ടിറക്കി വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ബാക്കി ഉള്ളത്. അങ്ങനെ ജോമോൻ ചേട്ടൻ പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പരിപാടി ഇതെല്ലാം കറക്റ്റായിട്ട് അടുക്കി വെക്കുക എന്നുള്ളതാണ്. അതെ, നമ്മൾ കറക്റ്റായിട്ട് അടുക്കി വെക്കണം. അതല്ല, നമ്മളൊരു അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലാതെ ചുമ്മാ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം, വണ്ടി ഓടുമ്പം ഈ പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോകാനും വണ്ടിയിൽ നിന്ന് താഴെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മളിതെല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യും. ആദ്യം തന്നെ നമ്മൾ പൊട്ടുന്ന പ്ലേറ്റുകളാണ് കയറ്റി സെറ്റിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ ടൈറ്റാക്കി വെക്കുന്ന രീതിയിൽ നമ്മൾ മറ്റു പാത്രങ്ങൾ വെക്കും. എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ റോപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. സോ ഗൈസ്, നമുക്ക് സെറ്റ് ചെയ്യേണ്ടിയിരുന്നത് 750 പേർക്കുള്ള ഫുഡായിരുന്നു. അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ വണ്ടി ലോഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ അവർക്ക് വേണ്ട പ്ലേറ്റുകൾ, ഏകദേശം 11 പെട്ടി പ്ലേറ്റാണ് നമ്മൾ വണ്ടിയിലോട്ട് ലോഡ് ചെയ്തത്. ഒരു പെട്ടിക്കകത്ത് 65 പ്ലേറ്റുകളാണ് കൊള്ളുന്നത്. അങ്ങനെയുള്ള 11 പെട്ടികൾ. പിന്നെ ബൗള്, സ്പൂണ്, തവി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ. പിന്നെ നമ്മൾ റൈസും ചിക്കനും മാത്രമല്ല, നമ്മൾ ഊണുകൾ ഏകദേശം 50ഓളം ഊണുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതുപോരാണ്ട് അടുക്കളയിലോട്ടുള്ള അണ്ടാവ്, ചെമ്പ്, വാർപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ തവികൾ, മറ്റു കാര്യങ്ങൾ നമ്മൾ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യും. ഇതൊന്നും പോരാണ്ട് നമ്മൾ അടുപ്പുകൾ നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട്. അടുപ്പെന്ന് പറയുമ്പോൾ നമ്മൾ വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പാണ് കേട്ടോ. അതാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് വണ്ടിയിലോട്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തു. നമ്മൾ ലോഡ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഇനി നേരെ വിറകെടുക്കാനായിട്ടുള്ള സ്ഥലത്തോട്ട് പോകും. നമ്മൾ അവിടെ നിന്ന് വിറകും കൂടെ ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് പോകുന്നത്, എന്നുവെച്ചാൽ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്നത്. സോ നമ്മൾ വിറകെടുക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് നമ്മൾ വിറകെടുക്കാൻ വന്ന സ്ഥലം. ഇവിടുന്ന് നമുക്ക് എടുക്കേണ്ടത് 25 കെട്ട് വിറകാണ്. നമ്മളങ്ങനെ 25 കെട്ട് വിറക് വണ്ടി ലോഡ് ചെയ്തു. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ഓഡിറ്റോറിയത്തിലോട്ടാണ് കേട്ടോ. സോ ഗൈസ്, നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി നമ്മൾ വിറകും മറ്റു സാധനങ്ങളെല്ലാം അൺലോഡ് ചെയ്യുവാണ്. നിങ്ങൾ ഈ പുറകെ കാണുന്ന പോലത്തെ ഷെഡാണ് നമ്മുടെ കിച്ചൺ. അതിൻ്റെ അകത്തോട്ട് നമുക്കിതെല്ലാം ഇനി അടുക്കി വെക്കണം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി നമ്മൾ ലോഡെല്ലാം ഇറക്കി. നിങ്ങൾ പുറകെ കാണുന്ന പോലെ നമ്മൾ ലോഡെല്ലാം ഇറക്കി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇറക്കിയ ലോഡെല്ലാം വാഷിങ്ങിന് പോകും. പാത്രമെല്ലാം വാഷിങ്ങിന് പോകും. വിറകെല്ലാം അടുക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അകത്ത് ഡെക്കറേഷനുണ്ട്, അത് അവർ ചെയ്യും. പിന്നെ നമുക്ക് അവിടെ ചെറിയ ചെറിയ പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പൂർത്തിയാക്കുക. അതാണ് അടുത്ത പരിപാടി. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ലോഡെല്ലാം ഇറക്കി. വാഷ് ചെയ്യാനുള്ള പാത്രമെല്ലാം വാഷ് ചെയ്തു. ഇപ്പം നമ്മുടെ പരിപാടി ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ കിച്ചൻകാർ അവരുടെ പരിപാടിയാണ്. അവർ മറ്റേ നാളത്തെ കറികൾക്കുള്ള സംഭവം, അരി, ചിക്കൻ വൃത്തിയാക്കുകയും ബീഫ് വൃത്തിയാക്കുകയും, അങ്ങനെ അവരവരുടേതായ പണികൾ. എല്ലാവരും ഭയങ്കര ബിസിയാണ് ഇവിടെ. പിന്നെ പാത്രം കഴുകുന്ന കേസാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പും കഴുകും, കഴിച്ച് കഴിഞ്ഞും ഒബ്വിയസ്ലി നമ്മൾ കഴുകും. കഴിക്കുന്നതിന് മുമ്പ്, കഴിച്ച് കഴിഞ്ഞത്തെ കാര്യം ഞാൻ പറയാം. കഴിച്ച് കഴിഞ്ഞ് ഒരേ പാത്രം തന്നെ 2 ട്രിപ്പിലൂടെ കടന്നു പോകും. ഒരു തവണ ചൂടുവെള്ളത്തിലും കഴുകും, ഒരു തവണ തണുത്ത വെള്ളത്തിലും കഴുകി ബോക്സിലാക്കി വിടും. പിന്നെ കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാത്രം സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു തവണയും കൂടെ കഴുകും. കഴുകി വെച്ച പാത്രമാണല്ലോ നമ്മൾ വീണ്ടും അടുത്ത ട്രിപ്പിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പാത്രം നമ്മൾ ഒന്നുകൂടെ കഴുകും. അത് സാധാ വെള്ളത്തിൽ, നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി കയറ്റും. അത് കേറ്ററിങ്ങിൻ്റെ പിള്ളേർ, ഡെയിലി സപ്ലൈക്ക് വരുന്ന പിള്ളേർ തുടച്ചെടുത്ത് നമ്മൾ ടേബിളിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ കാണുന്ന പോലെ അറേഞ്ച് ചെയ്യും. അതാണ് ഇവിടുത്തെ നോർമലി ഉള്ള സംഭവം. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ ഇങ്ങനെ തകൃതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഇതാണ് അടുപ്പ് കത്തിച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സവോളയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി പിന്നെ അരിയാണ്. പിന്നെ ഗൈസ്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കേറ്ററിങ്ങിൻ്റെ ഡേയ്ക്ക് സപ്ലൈ പോകുന്ന പണിയാണേലും അതല്ല, ഇനിയിപ്പം നമ്മൾ നൈറ്റ് ഇപ്പം ഞാനിപ്പം വന്നതുപോലത്തെ സംഭവമാണേലും ഒന്നും എളുപ്പമല്ല. നമ്മളീ കാണുന്ന നമ്മൾ വന്ന് ഫുഡ് കഴിക്കാനിരിക്കുമ്പം നമ്മൾ ചിലപ്പം അവരുടെ കുറ്റം പറയും, അത് നന്നായില്ല ഇത് നന്നായില്ല എന്നൊക്കെ പറഞ്ഞോ, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഓരോ കാര്യവും അല്ലെ ഓരോ കാര്യങ്ങൾ ഓരോ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ഒരുപാടധികം, കാരണം ഇപ്പോൾ പാത്രം കഴുകുന്ന സംഭവമാണെങ്കിലും നമ്മുടെ നടുവിൻ്റെയൊക്കെ ഇടപാട് തീരും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, പാത്രം കഴുകുമ്പോൾ നമ്മുടെ നടുവിൻ്റെ ഇടപാട് തീരും. അത് പൊക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ ചെമ്പെന്നൊക്കെ പറയുന്ന സാധനം കഴുകിയാലും ഒരു ചെമ്പ് തന്നെ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ 5 ചെമ്പുണ്ടെങ്കിൽ അതിൽ ഓരോ ചെമ്പും ഒന്നിലധികം തവണ നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തിന് ഇപ്പോൾ ചിക്കൻ കഴുകാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ചെമ്പ് ഒന്നുകൂടെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ അടുത്തത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ 5 ചെമ്പുണ്ടെങ്കിൽ 5 ചെമ്പ് ഒരു 3 തവണയിലും നമ്മൾ കഴുകിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞായിരിക്കും നമ്മൾ ഫൈനലി കുക്ക് ചെയ്ത സാധനം ഇടുന്നത്. മനസ്സിലായോ? കുക്ക് ചെയ്ത സാധനം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഏറ്റവും അവസാനം പരിപാടി കഴിയുമ്പോൾ പിന്നെയും കഴുകണം. സോ ഇതിപ്പം എനിക്കിനിയിപ്പോൾ പറയാനുള്ളത് കേറ്ററിങ്ങിൻ്റെ സപ്ലൈക്ക് വന്ന പിള്ളേരെ പറ്റിയാണ്. പലർക്കും ഭയങ്കര പുച്ഛമാണ് ഗൈസ്. ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പറയാം, പലർക്കും ഭയങ്കര പുച്ഛമാണ് ഈ കേറ്ററിങ്ങിൻ്റെ പണിക്ക് വന്ന പിള്ളേരെ. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നീയൊന്നും ഈ പുച്ഛിക്കുന്നവന്മാരൊന്നും ഈ പണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും നിൽക്കുകയില്ല. കാരണം ഒരു ചെറിയ തെറ്റിന് നല്ല വഴക്ക് കിട്ടും. വഴക്ക് മാത്രമല്ല നല്ല ചീത്തയും കേൾക്കും. അത് കേറ്ററിങ്ങിന് പോകുന്ന പിള്ളേർക്കറിയാതെ. ചെറിയൊരു തെറ്റോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി കറി തൂകി പോവോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചീത്ത കിട്ടും. അതല്ലാണ്ട് ഇപ്പം നല്ല പാടായി പണി. പാത്രം ചുമന്ന് കയറ്റണം, ചെമ്പ് ചുമന്നിറക്കണം, അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഫുഡ് സെർവ് ചെയ്യണം. അത് ഈ സെർവ് ചെയ്യുന്നത് സെർവ് ചെയ്യുന്ന വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല, അതെനിക്കറിയാം നിങ്ങൾക്കും അറിയാം. പക്ഷേ ഈ സെർവ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, നല്ല ചൂടോടുകൂടി അടുപ്പത്തുനിന്ന് എടുത്താൽ തരുന്നത്. അപ്പോൾ ഈ സാധനം ചുമന്നുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ്. അപ്പോൾ ഈ കേറ്ററിങ് പിള്ളേരെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റ് ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള സംഭവമാണ്. ആൾക്കാർ ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ട് ഒരു 5 മിനിറ്റ് വല്ലതും വൈകിയ നേരെ ഈ കേറ്ററിങ് പിള്ളേരെ കടിച്ചു കയറാൻ പോകുന്നൊരു പ്രവണത. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. കാരണം ഒരു തവണയിലും ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമൊക്കെ ഉള്ളൂ. നല്ല പാടാണ് ഈ പരിപാടി, നല്ല പാടുമാണ്. നല്ല വൃത്തിയും വേണം, നല്ല വെടുപ്പും വേണ്ട പരിപാടി. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 10-12 തവണ പോയി കൈ കഴുകിയിട്ടാണ് നമ്മൾ പല കാര്യം ചെയ്യുന്നത്. നമ്മൾ പാത്രം കഴുകിയിട്ട് കിച്ചണിലോട്ട് കയറുമ്പോൾ ഒന്നുകൂടെ കൈ കാലം കഴുകിയിട്ടാണ് നമ്മൾ കയറുന്നത്. കാരണം അതിന് മാത്രം വൃത്തി ഇതിന് വേണം. തന്നെയല്ല, ഇതൊക്കെ ആൾക്കാരുടെ മൈൻഡാണ് ഗൈസ്. ഇതിനിപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള മൈൻഡ് സെറ്റിൽ പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന ആൾക്കാരുടെ വയറെന്നറിയാലോ മനസ്സെന്നറിയാലോ. ഇപ്പം അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇപ്പം കേറ്ററിങ് പിള്ളേരുടെ നേരെ ചാടിക്കടിക്കുന്നൊരു പ്രവണത അത് ശരിയല്ല, അത് നിർത്തണം. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു മഹാത്മ്യമുണ്ട്. പിന്നെ ഒന്നുമില്ലെങ്കിലും നമുക്ക് വിളമ്പി തരുന്നവരാണ് എന്നുള്ളൊരു ചിന്താഗതി ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ആരെ ഹേർട്ട് ചെയ്യാനോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ പറഞ്ഞല്ല. അല്ലെങ്കിൽ പലരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു വർത്തമാനം വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. അതിന് ഞാനായതുകൊണ്ട് ഞാൻ നല്ല മറുപടി തിരിച്ചു പറയും. പക്ഷെ പല പിള്ളേരും പറയാറില്ല. അത് രണ്ടാണ് കാരണം. നമ്മളൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്കിനും നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ കുളമാവും. അതുകൊണ്ട് പല പിള്ളേരും പറയത്തില്ല. അതുകൊണ്ട് സംഭവം ഇത്രേ ഉള്ളൂ. ഈ പണി അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. വൃത്തിയും വെടുപ്പും നല്ലോണം അധ്വാനം വേണ്ട പരിപാടിയാണ്. നടുവിൻ്റെ ഇടപാട് തീരും. പ്രത്യേകിച്ച് നടുവിനാണ് ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത്. അതുകൊണ്ട് നമ്മൾ നിസ്സാരപ്പണിയല്ല ഈ സംഭവം. ഇപ്പോൾ കേറ്ററിങ്ങിൻ്റെ എന്ത് സംഭവമാണെങ്കിലും ഓടുകയറ്റിലാണെങ്കിലും ഇറക്കലാണെങ്കിലും കഴുകാണെങ്കിലും പിടിക്കലാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിലും, കാരണം മണിക്കൂറുകളോളം ഇരുന്ന് അരിയണം,
കിച്ചണിലാണെങ്കിൽ പാത്രം കഴുകുന്ന സംഭവമാണെങ്കിൽ ഇരുന്ന് കഴുകണം, നല്ല പാടാ. ഇതൊന്നുമല്ല, ഇനിയിപ്പം സപ്ലൈക്ക് വരുന്നതാണെങ്കിൽ ആ കഴുകി വെച്ച പാത്രം തുടയ്ക്കണം, കഴിഞ്ഞിട്ട് സെർവ് ചെയ്യണം. നല്ല പാടുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇതിനുള്ള കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഇതിൻ്റെ ബാക്കി കാഴ്ചകളിലോട്ട് പോകാം. ഇപ്പം എന്താണെങ്കിലും ഞാൻ കാണിച്ചത്രേ ഉള്ളൂ. ഇനിയിപ്പം പതിയെ വൈകുന്നേരം ആവണം. ഇനിയിപ്പം എൻ്റെ പുറകിൽ കാണുന്ന ഈ പുറകിൽ ഇരുട്ട് കാണുന്നത് നമ്മുടെ ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യണം രാത്രിയിൽ. അതുകൂടെ കഴിഞ്ഞാലേ നമുക്ക് ഇന്നത്തെ പണിയിൽ നിന്ന് ഇച്ചിരി റിലീഫുള്ളൂ, ഇന്നത്തെ പണി തീരത്തുള്ളൂ. എന്നിട്ട് ബാക്കിയൊക്കെ നാളെ രാവിലെ കാറ്ററിംഗ് പിള്ളേർ വരുമ്പം അവന്മാർക്ക് ശരിക്കും ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ കിച്ചണിലെ കാഴ്ചകൾ. നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് അരി കഴുകാനായിട്ടുള്ള വെള്ളമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ചെയ്യേണ്ട സംഭവമാണ് സവോള അരിയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കറികളിൽ ഉപയോഗിക്കുന്ന ഒരു കോമൺ ഇൻഗ്രീഡിയൻ്റാണ് സവോള അല്ലെങ്കിൽ ഉള്ളി. ഇത് നമ്മൾ അരിഞ്ഞ് നല്ല വൃത്തിയാക്കി വെക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇന്ന് നൈറ്റ് ഇവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മൾ കാണുന്ന പോലെ കല്യാണത്തിൻ്റെ ദിവസം വെളുപ്പിനെയല്ല, അതിൻ്റെ തലേദിവസം ഉച്ച മുതലേ നമ്മൾ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ചേട്ടൻ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ ഇരിക്കാനായിട്ടുള്ള സമയമില്ല. നമ്മൾ ഓരോ പാത്രം കഴുകി അതിൻ്റേതായ കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കോട്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കിച്ചണിൽ അതിൻ്റേതായ പണികളൊക്കെ നടക്കുന്നു. ഇവിടെ ഇപ്പുറത്താണെങ്കിൽ നാളത്തേനുള്ള സെർവ് ചെയ്യാനായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ റെഡിയാകുന്നു. ഇപ്പം പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ 3 റൗണ്ട് കഴുകും. ഇപ്പം ആദ്യമേ നമ്മളെല്ലാം കൂടെ വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് പൊടി ഇട്ട് മൊത്തത്തിലൊന്ന് തേച്ച് കഴുകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ വെള്ളത്തിൽ മുക്കി ആ സോപ്പെല്ലാം പോകുന്നിടം വരെ ഒന്ന് കഴുകി എന്നിട്ടാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. നാളെ എന്നിട്ട് കേറ്ററിംഗ് പിള്ളേർ വരുമ്പോൾ തുടച്ച് വെക്കും. അങ്ങനെയാണ് ഇന്നത്തെ സംഭവം. ഇനിയിപ്പോൾ അടുക്കളയിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നാളത്തേനുള്ള ചിക്കൻ കറിക്കും മറ്റുമായിട്ടുള്ള സവോളയൊക്കെ അരിയുന്നു, കറിവേപ്പിലയൊക്കെ ഞുറുക്കി വെക്കുന്നു. പിന്നെ നാളത്തേനുള്ള മറ്റ് ഇപ്പോൾ ബീഫാണേലും മീനാണേലും എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നു. അതോടൊപ്പം തന്നെ അരി തിളപ്പിക്കാൻ ഇട്ടേക്കുന്നു. അങ്ങനെ പല 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 കാര്യങ്ങൾ അവിടെ അതിൻ്റേതായ രീതിയിൽ നടക്കുന്നു. സോ ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസം നടക്കുന്ന കുറേ കാര്യങ്ങൾ. ബാക്കി ഇനിയും കാര്യങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ എടുത്ത് കാണിക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജ്. നിങ്ങളെൻ്റെ ഈ പുറകിൽ കാണുന്നത്. പിന്നെ ഇത് ഓഡിറ്റോറിയം. സോ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ഈ പറയുന്ന ഓഡിറ്റോറിയം സ്റ്റേജ് ഒന്നും. ഇതിന് വേറൊരു സെപ്പറേറ്റ് ടീം വരും. അവർ വന്ന് ഇവിടെ വന്ന് സ്റ്റേജ് കെട്ടും. അതുപോലെ തന്നെ നിങ്ങളിപ്പം കണ്ട കസേരയും ഡെസ്കും ഒന്നും ഇതുപോലൊന്നും ആയിരിക്കില്ല. എല്ലാം അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു മുഖച്ഛായ ഉണ്ടല്ലോ അതങ്ങ് മാറ്റിയെടുക്കും. പിന്നെ സ്റ്റേജ് ആണേലും അവർ കസ്റ്റമർ പറയുന്ന പോലെ കസ്റ്റമായിട്ട് ചെയ്തെടുക്കുമായിരിക്കും. പിന്നെ ഇത് ഞാൻ എന്താണ് ഇപ്പം അതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും വ്ളോഗ് വരിക. ഇപ്പം ഫസ്റ്റ് ഡേയിലെ പ്രിപ്പറേഷനും സെക്കൻഡ് ഡേ ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഈ വ്ളോഗ് ഉണ്ടാവുക. പിന്നെ ഞാനിത് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ പലർക്കും അറിയത്തില്ല. ഇപ്പം ഫാമിലി മെമ്പേഴ്സിനാണേലും പലർക്കും ഫാമിലി മെമ്പേഴ്സിനറിയാം, പിന്നെ കേറ്ററിംഗ് പണിക്ക് പോകുന്ന ആൾക്കാർക്കറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ആൾക്കാർക്കറിയാം. പക്ഷേ ഒരു ലാർജ് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അറിയത്തില്ല എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ സംഭവം ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എന്താണ്. ഇപ്പോൾ പലരും ഇപ്പോൾ കല്യാണം ഇത്ര രൂപ മുടക്കിയാണ് കല്യാണം നടത്തിയെന്ന് കേൾക്കുമ്പോൾ അയ്യോ അത്രയൊക്കെ ആവുമോ എന്നുള്ളൊരു ചിന്താഗതിയിൽ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ റീസണാണ് ഈ വ്ളോഗ്. കാരണം ഒരുപാട് ആൾക്കാരുടെ ഹാർഡ് വർക്കാണ്. ഇപ്പം ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ഹാർഡ് വർക്കാണ്. അത് ഫാമിലിയുടെ മാത്രമല്ല, ഇതുപോലെ കുറേ ആൾക്കാർ അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അവർ ചെയ്യുന്ന കഷ്ടപ്പാടിനനുസരിച്ചുള്ള വേജസ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അത് ഇപ്പം നാളെ എന്നൊക്കെ വിഷയം ഉണ്ടായാലോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലുള്ള പല ജോലികളും അങ്ങനെയാണ്. ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള കഷ്ടപ്പാടിനുള്ള ശമ്പളം
പല ജോലികൾക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ശ്രദ്ധയും വേണ്ട ജോലിയാണ്. ഇപ്പം ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിലും റൈസ് ഉണ്ടാക്കാനാണെങ്കിലും ഇച്ചിരി നേരം കൂടുതലായി പോയാലോ, കാരണം ഇത് ഫുള്ള് വിറകയിലുള്ള പരിപാടിയാണ്, ഗ്യാസ് പോലും അല്ല. ഇച്ചിരി എങ്ങാനും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ മൊത്തം പോവുക. അല്ലെങ്കിൽ ഒരാളുടെ മോശമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് ചിലപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷൻ മൊത്തത്തിൽ വിഷയമാവും. അപ്പം ഇത് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവരെയും കാണിക്കണമെന്ന് വെച്ചത്. പലർക്കും പുച്ഛമുണ്ട്, ആ പുച്ഛം അത് ശരിയല്ല. തന്നെയല്ല, പലർക്കും അറിയത്തില്ല, അത് അറിയത്തില്ലാത്തതിൻ്റെ വിഷയമാണ്. അതുകൊണ്ടുകൂടെയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. സെറ്റാ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ഉള്ളി വഴറ്റുന്നതാണ്. കറികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉള്ളി വഴറ്റുന്നൊരു പരിപാടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മീൻകറിയാണ് കേട്ടോ. ഇത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള മീൻകറിയാണ്. നമ്മൾ മീൻകറിയൊക്കെ നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി, കാര്യങ്ങൾ. ഇത് നമ്മൾ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ്. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇത് മസാലയും കാര്യങ്ങളും ഒക്കെ തേച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഇനിയിപ്പോൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുത്തതിന് ശേഷമാണ് ചിക്കൻ കറി സെറ്റാക്കുന്നത്. അങ്ങനെ അടുക്കളയിലുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതി മുന്നോട്ട് പോവുകയാണ്. ഓരോരുത്തരും ഓരോ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. സോ ഗൈസ്, നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് കടന്നിരിക്കുകയാണ്. ചിക്കൻ കറി ഉണ്ടാക്കുന്ന പരിപാടി. അപ്പം നിങ്ങളെ ഞാനാ കാണിച്ചത്. ചെറുതായിട്ടൊരു മണ്ടത്തനം പറ്റി. സംഭവം ചിക്കൻ കറിക്കുള്ളതല്ല, അത് റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നുള്ളത് നിങ്ങൾ കണ്ടോ? നല്ല പുറത്തുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയേക്കാണ്. ഇനിയിപ്പം ഇവിടെ എന്നാണേലും ഗാനമേളക്കാരുടെ സ്റ്റേജ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളതിൻ്റെ പുറകെ കാണുന്നതാണ് ഗാനമേളക്കാരുടെ സ്റ്റേജ്. പിന്നെ ഇനിയിപ്പം നമുക്ക് പതിയെ ടേബിളെല്ലാം അറേഞ്ച് ചെയ്ത് കസേരയിട്ട് അതിനെല്ലാം കവർ ചെയ്യണം. കസേര കവർ ഇടണം, ടേബിളിന് കവർ ഇടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാനെന്നും അത് ചെയ്യുന്നതും അതിൻ്റെ ഫൈനൽ റിസൾട്ടും കാണിക്കാം. പിന്നെ സ്റ്റേജുകാർ വരുമ്പം രാത്രിയാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്റ്റേജുകാർ വന്ന് എന്നാലും അവരൊക്കെ സ്റ്റേജ് സെറ്റപ്പ് ചെയ്യും. അതൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അതൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ലൈറ്റ് കുറവാണ് ഗൈസ്, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി ചിലപ്പോൾ കുറയും. ഓക്കെ, അങ്ങനെ പുറത്തെ കടമകളെല്ലാം തീർത്തതിന് ശേഷം നമ്മൾ അകത്തോട്ട് കടന്നിരിക്കുകയാണ്. നമ്മളിവിടുത്തെ ഫസ്റ്റ് പരിപാടി ടേബിളെല്ലാം ഇട്ട് സെറ്റാക്കുക. അതിനുശേഷം അതിൻ്റെ മേളിൽ വിരിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. സോ ഞാനും ചേട്ടന്മാരും എല്ലാവരുടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ടേബിൾ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. ഏകദേശം 45 ടേബിളാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടിയിരുന്നതും ഡെക്കറേറ്റ് ചെയ്യേണ്ടിയിരുന്നതും. ഒരു ടേബിളിൽ 8 പേർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യമാണുള്ളത്. അങ്ങനെ 45 × 8 360ഓളം ആൾക്കാർക്ക് ഒറ്റ ട്രിപ്പിലിരുന്ന് ഫുഡ് കഴിക്കാം. ഏകദേശം 750ഓളം ആൾക്കാരുടെ ഓർഡറാണ് നമുക്ക് കിട്ടിയത്. അതനുസരിച്ചാണ് നമ്മൾ
ടേബിൾ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ടേബിളിൽ വിരിയിടുന്ന പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ആ വിരി നമ്മൾ മുട്ടുപിൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സെപ്റ്റി പിൻ യൂസ് ചെയ്ത് നമ്മൾ അതകത്തെ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കസേര അറേഞ്ച് ചെയ്തിട്ട് കസേരയുടെ മേളിൽ കൂടെ അതിൻ്റെ കവറും ബോയും വെക്കുന്നത്. കസേര കവറിൻ്റെ മേളിൽ വരുന്ന സംഭവത്തിന് നമ്മൾ ബോ എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഓരോരോ പരിപാടികൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഏകദേശം 8:30-9 മണിയോടുകൂടി തന്നെ സ്റ്റേജുകാർ വന്നു. ഇത് പാമ്പാടിയിലുള്ള വൈറ്റ് ഓർക്കിഡ് എന്ന ടീമാണ് നമ്മുടെ സ്റ്റേജും മറ്റു കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ വണ്ടി വന്ന് ഇത് കഴിഞ്ഞിട്ട് അവർ 1 മണിയൊക്കെ ആയപ്പോൾ അവരുടെ വേറൊരു വണ്ടി വന്നായിരുന്നു കേട്ടോ. ഇപ്പം രാത്രി 11 മണിയായി. നമ്മൾ രാവിലെ ഏകദേശം 10 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പം രാത്രി 11 മണി ആയി. സോ ഇവിടെ സ്റ്റേജുകാരൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റേജുകാർ വന്നു. പിന്നെ മുമ്പേ ഞാൻ കാണിച്ചതൊന്നുമല്ല. ഇപ്പം 3/4 പണി പൂർത്തിയായി. മോർ ദാൻ ഹാഫോളം പണി പൂർത്തിയായി. കുറേ സ്റ്റേജ് പണിതുകൊണ്ടിരിക്കുന്നു. ഇവിടെ മൊത്തം പണി തകൃതിയായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. എല്ലാവരും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീഡിയോ എടുത്തു. സോ നമുക്ക് ബാക്കി പണിയിലോട്ട് തുടങ്ങാം. അങ്ങനെ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കസേര കവറൊക്കെ ഇടുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ നമ്മുടെ പുറകിൽ ഫാമിലി ടേബിളിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. ഫാമിലി ടേബിൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫാമിലി മെമ്പേഴ്സും ഒക്കെ അകത്തേ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ പുറകിലത്തെ ബോർഡും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്യുന്നു. ഈ കസേര കവർ ഇടുന്നത് ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സോസ്റ്റിങ്ങുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ് ഗൈസ്. ഈ ടേബിൾ സെറ്റ് ചെയ്യും, ഈ പറയുന്ന പോലെ കസേര കവർ ഇടുകയും ചെയ്യുന്ന സംഭവം. ഞാൻ ഏകദേശം എനിക്ക് ഈ 2 റോയിൽ 360ഓളം കസേര കവർ ഇട്ട് അതിൻ്റെ ബോയും കൂടെ സെറ്റ് ചെയ്തപ്പോഴത്തേനും 4 മണിക്കൂർ അടുത്ത് ടൈം എടുത്തു. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നാം, അത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് സ്പീഡ് കുറവായതുകൊണ്ടായിരിക്കാം എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ഈ സംഭവം ചെയ്യണമെങ്കിൽ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ നമുക്ക് സൈഡ് തിരിഞ്ഞു പോകും. പുറകിൽ വരേണ്ട ഭാഗം മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കസേര കവർ കറക്റ്റായിട്ട് ഫിറ്റ് ആകത്തില്ല. പിന്നെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ സ്റ്റേജിൻ്റെ മേളിലത്തെ ആ ഒരു ക്ലോത്തൊക്കെ ഇവർ കറക്റ്റായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഫാമിലി ടേബിളിൻ്റെ പണി കറക്റ്റായിട്ട് നടക്കുന്നു. ഇവിടെ ജോമോൻ ചേട്ടൻ ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടിയിലാണ്. പണികൾ ഓരോന്നായിട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണാം. സ്റ്റേജിൻ്റെ പണിയൊക്കെ ഏകദേശം തീരാറായി വരുന്നു. തീർന്നില്ല. ഇനിയിപ്പം നിങ്ങളെ കാണുന്ന പോലെ ആ കാണുന്ന തുണി മൊത്തം മുകളിലോട്ട് വലിച്ചു കെട്ടി ഡെക്കറേറ്റീവ്സ് എല്ലാം വെച്ച് ആൾക്കാരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്യണം. പിന്നെ നിങ്ങളിപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതാണ് ഫാമിലി ടേബിള്. അതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിപാടി ഇതാണ് കേട്ടോ. നമ്മൾ ഇത് ഓരോ ടേബിളും പിന്നെ അതിൻ്റെ ചുറ്റിനുള്ള കസേര ഡെക്കറേറ്റ് ചെയ്യണം. നമ്മൾ കാണുമ്പോൾ നിസ്സാര പരിപാടിയാൻ തോന്നുമെങ്കിലും പക്ഷേ ഇത് ലേശം ബുദ്ധിമുട്ടാണ്. ഓരോ പേർക്കും ഞങ്ങൾ തന്നെ ഇത് 4-5 മണിക്കൂറായി ഇത് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്ര ഡിലേ ആവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ വേറൊരു ഫംഗ്ഷനോട് ഇതിൻ്റെ ഇടയ്ക്കൂടെ നടന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡിലേ ആയി. എനിവേ, മിക്കവാറും ഒരു രാത്രി 2 മണിക്ക് മുമ്പ് ഈ സംഭവം തീർക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സോ നമ്മുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, സമയം ഇപ്പം 1:30 ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പരിപാടികളൊന്നും തീർന്നിട്ടില്ല. ഇനിയും കുറേ പരിപാടി മിച്ചമുണ്ട്. കുറേയല്ല, കുറച്ച് പരിപാടി മിച്ചമുണ്ട്. സോ നിങ്ങളെന്നെ കുറേ കാണുന്നത് സ്റ്റേജിൻ്റെ പരിപാടിയൊക്കെ ഏതാണ്ട് പകുതിയോളം തന്നെ പൂർത്തിയായി. നമ്മുടെ പരിപാടി ഏതാണ്ട് തീരാറായി. ഇനിയിപ്പം കുറച്ച് പരിപാടിയോടെ ഉള്ളൂ. അതല്ല ഗൈസ്, മടുപ്പില്ല, പക്ഷെ ഉറക്കം വരുന്നുണ്ട് നന്നായിട്ട്.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലുള്ള കണ്ടന്റിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ബാക്കി എന്നുള്ള നാളെ ഉണ്ടാവും. സോ ഞാൻ എന്നാണ് ഇന്നത്തെ പരിപാടി ഫുള്ള് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫൈനൽ ലുക്ക് കാണിക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് നാളെ നോക്കാം. സോ ഗൈസ്, സമയം അങ്ങനെ വെളുപ്പിനെ 2:30 ആയിട്ടുണ്ട്. 2:30 നമ്മുടെ പണിയെല്ലാം ഏകദേശം ഒതുങ്ങിയെന്ന് പറയാം. നമ്മുടെ പണിയെല്ലാം ഏകദേശം ഒതുങ്ങി. ഇനിയിപ്പം സ്റ്റേജുകാരുടെ പണിയും കൂടെ തീരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യൂ. സ്റ്റേജിലോട്ട് സാധനങ്ങളെല്ലാം കയറ്റുന്നു. പിന്നെ നമ്മുടെ കസേരകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ പോലെ മൊത്തത്തിലുള്ള മട്ടും ഭാവവും എല്ലാം മാറി മൊത്തത്തിൽ പുതിയൊരു മുഖച്ഛായ നമ്മൾ അതിന് കൊടുക്കും. അതാണ് നിങ്ങളിപ്പോൾ കുറേ കാണുന്നത്. സോ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രോഗ്രസ്. എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാൻ പോകും. എന്നിട്ട് നമുക്ക് സ്റ്റേജിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ കാണാം. ഇപ്പം എന്തൊക്കെയായാലും സ്റ്റേജ് ഈ ഒരു പരുവത്തിലാണ്, പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം വെളുപ്പിന് 6:30 ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റേജിൻ്റെ പണിയൊക്കെ എന്നായെന്ന് നോക്കിയാലോ. നിങ്ങളിപ്പം എൻ്റെ പുറകിൽ കാണുന്നതാണ് സ്റ്റേജ്. യെസ്, സ്റ്റേജിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായ മട്ടാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ചെയ്തു വെച്ചായിരുന്നു. സ്റ്റേജിൻ്റെ പണിയെല്ലാം ഏകദേശം പൂർത്തിയായി. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. അവിടെ എന്താ സംഭവം, അവിടെ എന്തൊക്കെയായി എന്നൊക്കെ അറിയാം. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നമ്മൾ ഏകദേശം പണിയെല്ലാം പൂർത്തിയായൊരു മട്ടാണ്. ഇവിടെയാണെങ്കിൽ കൗണ്ടറെല്ലാം സെറ്റ് ചെയ്തു. ഇവിടെ സ്റ്റേജെല്ലാം ഏകദേശം സെറ്റായി. റാമ്പൊക്കെ വെച്ച് സെറ്റായി. അങ്ങനെ സപ്ലൈക്കുള്ള പിള്ളേർ വന്നിട്ടുണ്ട്. കേറ്ററിങ്ങിനുള്ള പിള്ളേരൊക്കെ വന്നു. അവരെന്നാളും അവരുടെ ആദ്യത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റ് തുടങ്ങിയാണ് അവർ. ഞാനാളും അവരെ വീഡിയോയിൽ എടുക്കുന്നില്ല. പലർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവരുടെ മുഖം വരുന്ന രീതിയിൽ വീഡിയോയിൽ എടുക്കുന്നില്ല. എനിവേ, ഇനിയിപ്പം നമ്മുടെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം കല്യാണം കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെയും പരിപാടി തുടങ്ങുന്നത്. നമ്മുടെ ജോലിയൊക്കെ പിന്നെയും തുടങ്ങണേ. ഇപ്പം എന്നാണ് കേറ്ററിങ്ങിന് വരുന്ന പിള്ളേരുടെ കയ്യിലാണ് ഇനിയിപ്പോൾ നമ്മൾ സംഭവമെല്ലാം. അവരാണ് ഇനിയിപ്പോൾ വിളമ്പുന്നതും പ്ലേറ്റ് ഉടയ്ക്കുന്നതും ബൗൾ ഉടയ്ക്കുന്നതെല്ലാം. ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കാം. ഓക്കെ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ പരിപാടികളെല്ലാം അവസാന ഘട്ടത്തിലോട്ട് എത്തുകയാണ്. നമ്മുടെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇപ്പം കേറ്ററിങ്ങിന് വന്ന പിള്ളേരാണല്ലോ, സപ്ലൈക്ക് വന്ന പിള്ളേരാണല്ലോ, അവരവരുടെ കാര്യങ്ങളെല്ലാം തീർത്ത് എല്ലാം അടുക്കി വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആളോടെ വന്നാൽ മതി, ബ്രൈഡും ഗ്രൂമും വന്നവരോടെ മതി. സോ ഞാൻ നിങ്ങളെ സ്റ്റേജൊക്കെ കാണിച്ചു തരാം. നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി, എല്ലാം കഴിഞ്ഞു.
നമ്മുടെ പ്രോഗ്രാം പുതിയ സജീവമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂമ് വന്നു, ബ്രൈഡ് വന്നിട്ടില്ല. പിന്നെ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. ഗാനമേളക്കാരൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജ്യൂസ് കൗണ്ടർ ഓപ്പണായി, പക്ഷെ ബാക്കി കൗണ്ടറുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ ഗൈസ്, നമ്മുടെ കല്യാണ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒതുക്കി തുടങ്ങുകയാണ്. നമ്മൾ ഇതെല്ലാം ഇനിയിപ്പോൾ വാഷിങ്ങിന് വിടും. ഈ വലിയ അണ്ടാവൊക്കെ എങ്ങനെ കഴുകുമോ? ഭയങ്കര പാടുള്ള പരിപാടിയാണ്. പ്ലേറ്റൊക്കെ ഓൾറെഡി കഴുകി കയറി. ഓക്കെ, സോ ഇവിടെ ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുവാണ്. ചേട്ടന്മാരൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരുന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്നു. പിന്നെ അങ്ങേയറ്റത്തിരുന്ന് കഴുകുന്നയാളാണ് ഇതിൻ്റെ മുതലാളി. പുള്ളിയാണ് അതിൻ്റെ ഓണർ. പുള്ളി ഇരുന്ന് പാത്രം കഴുകുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഈ പരിപാടിയുടെ അവസാന ഘട്ടമാണ്. നമ്മൾ ഇവിടുന്ന് ലോഡെല്ലാം കയറ്റുകയാണ്. എന്നിട്ട് എവിടെ നിന്നാണോ നമ്മൾ ലോഡ് കയറ്റി അവിടെ കൊണ്ടുപോയി ഇറക്കണം. ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറകെ കാണുന്ന വണ്ടിയിലോട്ട് നമ്മൾ ലോഡെല്ലാം കയറ്റാണ്. ഇനിയിപ്പം ഇതെവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയി ഇറക്കണം. അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ ലോഡ് എവിടെ നിന്നാണോ കയറ്റിയത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോയി ഇറക്കാൻ പോവുകയാണ്. സോ ഗൈസ്, ഇപ്പം നമ്മൾ വ്ളോഗ് ഇന്നലെ നിർത്തിയത് നമ്മൾ സാധനം എല്ലാം കയറ്റി തിരിച്ചു വരുന്നിടത്ത് വെച്ചാണ് ഞാൻ വ്ളോഗ് നിർത്തിയത്. നമ്മളവിടെ ലോഡ് ഇറക്കി, നമ്മുടെ പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്തു, നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. ഞാനപ്പോൾ ഇന്ന് രാവിലെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ബോധം വേണത്. നമ്മൾ എക്സ്ട്രാ എടുത്തില്ല, നമ്മൾ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ നമ്മൾ എടുത്തില്ല. സോ കൺക്ലൂഷൻ ഇത്രയാണ്. പണി നല്ല കട്ടിപ്പണിയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് തിങ്, നമ്മൾ ചെയ്യുന്ന പണിക്കുള്ള വേതനം അവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. ഇതിനൊക്കെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വേതനമാണ്, അത് നമുക്കവിടെ കിട്ടുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതിനൊക്കെ പോകുന്നവരോടാണ് പറയാനുള്ളത്, സ്തുതിച്ചു എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം നല്ല കഷ്ടപ്പാടാണ് ഈ പണി. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യേക ഹാൻഡ്സ് ഓഫ്. പിന്നെ ഈ വീഡിയോ കാണുന്നവർക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നതെന്ന്. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് കുറേ പാടുള്ള കുറേ കാര്യങ്ങളെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവരുടെ കൂട്ടത്തിൽ പണിയെടുക്കാൻ പോയതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്കവിടെ എൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ടായിരുന്നു. 2, അത് എടുക്കണ്ട എന്നെനിക്ക് തോന്നി. അത് സംഭവം വേറൊന്നുമല്ല, പ്ലേറ്റ് കഴുകുന്നത്, ഉള്ളി കഴുകുന്നത്, ചെമ്പ്, വാർപ്പ്, ഇതെല്ലാം കഴുകുന്നതാണ്. നമ്മൾ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്, പക്ഷെ ചെയ്യാൻ നല്ല പാടാണ്. ഒരിക്കലും നമ്മൾ ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഒരിക്കലും ഒരു ആരോഗ്യം കുറവുള്ള ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല അത്. നമ്മൾ നല്ല രീതിക്ക് എഫേർട്ട് ഇട്ട് അതിൽ നിൽക്കണം. കാരണം ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട സാധനമാണ്. നമ്മൾ കഴുകുമ്പോൾ നോക്കിയും കണ്ടും കഴുകിയില്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ ആൾക്കാർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മടുപ്പിന് അവിടെ വലിയ സ്ഥാനമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എന്നുള്ളത് വൃത്തിക്ക് ചെയ്തു.
അതെനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞ വേതനത്തിൻ്റെ കാര്യം, ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുടെ, ബാക്കിയുള്ള ഫീൽഡുകൾ നമുക്ക് പോയാലേ അറിയത്തുള്ളൂ. എന്നാലും ഞാനിപ്പോൾ പോയ ഫീൽഡിൻ്റെ കാര്യം ഞാൻ പറയാം. ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്ക് അവർ ഡിസേർവിങ് ആയിട്ടുള്ള വേതനം കിട്ടുന്നില്ല എന്ന് തന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നു. അതാർക്കും കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല. എന്തൊക്കെയോ എവിടേക്കൊക്കെയോ എന്തോ ഇടപെടലുകളാവാം, അല്ലെങ്കിൽ മറ്റേ സാലറി ഫിക്സിങ്ങിൻ്റെ വിഷയമാവാം. എന്നാണേലും ചെയ്യുന്ന കഷ്ടപ്പാടിനുള്ള വേതനം ഇല്ല എന്നാണ്. പ്രത്യേകിച്ച് ഇന്നലത്തെ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 6-7 പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് പരിപാടി തീർക്കായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റിയില്ല. അന്നേരം ചെമ്പൊക്കെ തന്നെ ആണെങ്കിലും ഒരു ചെമ്പ് മിനിമം നമ്മൾ 6 തവണ കഴിയും കഴിച്ചു. കാരണം ഒരു ചെമ്പ് അല്ലെങ്കിൽ ഒരു പാത്രം ഒരു തവണ ഒരു കാര്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴുകാതെ അടുത്തതിന് നമ്മൾ എടുക്കത്തില്ല. കാരണം വൃത്തി അത് അതിൻ്റെ പാരമ്യത്തിൽ വേണ്ട ഒരു സംഭവമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിലുള്ളൊരു സംഭവങ്ങൾ. ഇന്നലെ രാത്രി നമുക്ക് കൺക്ലൂഷൻ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ എടുത്താണ്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അവസാനമായിട്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പുച്ഛിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. കൈ കാശുണ്ടെങ്കിൽ ആർക്കും ആരെയും പുച്ഛിക്കാം, പക്ഷെ എല്ലാവരുടെയും സാഹചര്യം അങ്ങനെ ആവണമെന്നില്ല. അപ്പം ഇതിന് മെയിനായിട്ട് പോകുന്നത് 1 സാധാരണക്കാർ, 2 ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി ആവശ്യമുള്ള സ്റ്റുഡൻസാണ് ഈ പരിപാടിക്ക് പോകുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇത് കുറച്ചുകൂടെ നല്ല സംഭവം കിട്ടുവാണെങ്കിൽ അതിലോട്ട് മാറുക. പിന്നെ പുച്ഛിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അതിന് പോകാതിരിക്കുക. കാരണം ഒന്നുമില്ലെങ്കിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ടീമാണ് ഇവർ. കാരണം ഇവർ ചെയ്യുന്ന പണിയിൽ എന്തെങ്കിലും ഡ്രോബാക്കുകൾ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളാണ്. സോ അതൊന്നും വരാതെ ഇവർ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ കല്യാണവും നല്ല വൃത്തിക്ക് നടക്കുന്നത്. പിന്നെ ഇവരോടുള്ള പെരുമാറ്റം പലപ്പോഴും ഭയങ്കര മോശമാണ്. ചാടിക്കടിക്കാനും അതല്ല ഇവരോട് മോശമായിട്ട് പെരുമാറുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എനിക്ക് അങ്ങനെയുള്ളവരോടാണ് പറയാനുള്ളത്, നീ ഒന്ന് ഈ പണിയെടുത്താൽ അധികകാലം ഈ പണി ചെയ്ത് പോവുകയില്ല, നല്ല പാടുള്ള പണിയാണ്. അപ്പം അങ്ങനെ മോശമായിട്ട് പെരുമാറുന്നവർ ഒരു തവണ ഇവരുടെ കഷ്ടപ്പാട് കണ്ടതിന് ശേഷം സംസാരിക്കുക എന്നാണ്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളോടൊപ്പം മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.